ഓഡിജി ഈസ് എ പവർ ഹൗസ്. ആ പവർ ഹൗസിൻ്റെ കണക്ഷൻസ് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി വരെ നിൽക്കുന്നുണ്ട്. ഒരു ഇലക്ഷൻ ജയിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളുമായിട്ട് പരിചയമുള്ള മുഖങ്ങൾ വരണം. അതല്ല ഒരു സുപ്രഭാതത്തിൽ ഒരു ഫൈൻ ആരെങ്കിലും കൊണ്ട് ഇറക്കുമതി ചെയ്താൽ ഉണ്ടാവില്ല. ഇതേവരെ ബി ജെ പിയിൽ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടില്ല. ഈ മതങ്ങളെ ബേസ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് പിന്നെ ക്രൈസ്തവരെ വെക്കണം, ഇന്ന സ്ഥലത്ത് ഹിന്ദുവിനെ വെക്കണം, ഇന്ന സ്ഥലത്ത് ഇസ്ലാമിസ്റ്റിനെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കാലം കഴിഞ്ഞു പോയി. നടനും ബി ജെ പി നേതാവുമായ ദേവൻ ചേരുകയാണ്. നമസ്കാരം സാർ. ഈ അമിത്ഷാ വന്നാണ് ബി ജെ പിയുടെ ഏറെക്കാലത്തൊരു സ്വപ്നമായിരുന്നു ആസ്ഥാന മന്ദിരം മൊറാർജി ഭവൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുക. അത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തിയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്. കാരണം ഇനി വരാൻ പോകുന്ന 2 തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു ആവേശമൊക്കെ അമിത്ഷായുടെ വരവോടുകൂടി ആവേശം എങ്ങനെയാണ്? അല്ല, ആക്ച്വലി ഈ അമിത്ഷായുടെ വരവോടുകൂടി കൂടുതൽ നാച്ചുറലി ഭയങ്കര ഒരു ആവേശം ഉണ്ടാവുമല്ലോ. ഒരു നാച്ചുറൽ പ്രോസസ്സാണത്. അത് കൂടാതെ മറ്റൊന്ന് ഞാൻ കണ്ടത്, ഞാൻ കുറേ ഇപ്പോൾ ഈ ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ പോകുമ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോൾ ബി ജെ പിയുടെ ഇതിൻ്റെ ഈ സ്വാധീനം കൂടിക്കൊണ്ട് വരികയാണ്. പിന്നെ അതായത് മോഡിജിയുടെ ആ ഒരു ഈസ് എ പവർ ഹൗസ്. മോഡിജി ഈസ് എ പവർ ഹൗസ്. ആ പവർ ഹൗസിൻ്റെ കണക്ഷൻസ് നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി വരെ നിൽക്കുന്നുണ്ട്. ഈ പവർ ഹൗസിന് നമ്മുടെ കണക്ഷൻ കൊടുത്തിട്ടില്ല, ബൾബ് ഇട്ടിട്ടില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം വിത്ത് ബി ജെ പി. മനസ്സിലല്ലേ? ആ ലൈറ്റ് ഇട്ടാലാണ് ഈ മോഡിജിയുടെ ആ പവർ ഹൗസായ കറണ്ട് കേരളത്തിലേക്ക് എത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനിവിടെ ബൾബില്ല. ഐ തിങ്ക് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മീ. അപ്പോൾ ആ ബൾബ് ഇടേണ്ടിയിരിക്കുന്നു. അതാണ് ബി ജെ പി കേരളത്തിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ആ ബൾബുകൾ ഉണ്ടാവണം. ബൾബ് എന്ന് വെച്ചാൽ ആക്റ്റീവ് വർക്കേഴ്സ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ ആക്റ്റീവ് വർക്കേഴ്സ് ഉണ്ടായാൽ മാത്രമേ ബി ജെ പിക്ക് വളരെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് ഇവിടെ. ഞാനൊരു 20 വർഷം എൻ്റെ സ്വന്തം പാർട്ടിയുമായിട്ട് നടന്നിട്ട് എനിക്ക് ഇതിൻ്റെ പൾസ് ഓഫ് ദി പീപ്പിൾ അറിയാം. മനസ്സിലായില്ലേ? അത് എൻ്റെ സ്വാധീനം, പൊളിറ്റിക്കൽ സ്വാധീനം ബി ജെ പിക്ക് കൂടി ഉപകാരമാകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ പാർട്ടി ബി ജെ പിയിലേക്ക് ലയിച്ചത്. അതിപ്പോൾ 4 വർഷമായി. ഇപ്പോഴും ആ തരത്തിലുള്ള ഒരു പ്രോസസ്സ് ഇവിടെ ബി ജെ പിയിൽ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത് വന്നാലാണ് ഈ ബൾബിട്ടാൽ മാത്രമേ നമുക്ക് ഇവിടെ ഈ മോഡിജിയുടെ കറണ്ട് ഇവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ള പുതിയ പ്രസിഡൻറ്റ് രാജീവ് ചന്ദ്രശേഖർ ജി ആ ഒരു ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻസ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഇവിടെ വലിയൊരു മാറ്റം വരും. അപ്പോൾ ഇതിനു മുമ്പ് വരെ ബി ജെ പി ഒരു വാടക വീട്ടിലായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വന്നു, ഒരു സ്ഥിരമായ ഒരു സ്വന്തം വീട്ടിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള ഒരു സുസ്ഥിരമായ ഒരു വീട് കിട്ടി. എൻ്റെ അർത്ഥം ബി ജെ പി ഈസ് ട്രൈങ് ടു ഗ്രോ ഭയങ്കരമായിട്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം ഒരു ബി ജെ പിയുടെ ഒരു വർക്കർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു പ്രതീക്ഷ മാത്രമല്ല എൻ്റെ വിശ്വാസം, സമീപ ഭാവിയിൽ തന്നെ ബി ജെ പിക്ക് വളരെ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകും, പ്രൊവൈഡഡ് വി വർക്ക് ഫോർ ഇറ്റ്. അതായത് അമിത്ഷാ വരുന്നതിൻ്റെ തൊട്ട് തലേന്നാണ് പുതിയ ഭാരവാഹി പട്ടിക, സംസ്ഥാന ഭാരവാഹി പട്ടിക ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ആ ഭാരവാഹി പട്ടികയിൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഈ യുവാക്കളെയും പുതുമുഖങ്ങളെയും ഒക്കെ ഒരുപോലെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സമഗ്രമായ ഒരു അഴിച്ചുപണിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? നല്ലതാണ്. ഈ അഴിച്ചുപണി മാത്രം പോരാ, അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നമുക്കെന്തറിയാം, ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ വന്നത്, ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. പഞ്ചായത്ത് ഇലക്ഷനാണ്. അതിൽ ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും നമ്മൾ കാൻഡിഡേറ്റിന് ഇതുവരെ നിശ്ചയിക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ ഒരു ഇലക്ഷൻ ജയിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ജനങ്ങളുമായിട്ട് പരിചയമുള്ള മുഖങ്ങൾ വരണം, അവർക്ക് സേവനങ്ങൾ ചെയ്തിട്ടുള്ള മുഖങ്ങൾ വരണം. അതല്ല ഒരു സുപ്രഭാതത്തിൽ ഒരു ഫൈൻ ആരെങ്കിലും കൊണ്ട് ഇറക്കുമതി ചെയ്താൽ ഉണ്ടാവില്ല. ഇതേവരെ ബി ജെ പിയിൽ അങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഏറ്റവും ഇപ്പോൾ ഒരു അസംബ്ലി ഇലക്ഷനിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ജയിക്കണമെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് എന്ന് പറയുന്നത് ഈ തദ്ദേശ ഭരണത്തിൻ്റെ ഒരു സംഗതിയാണ്. അവിടെയൊക്കെ വളരെ പിന്നിലാണ്, കുറച്ചൊക്കെ ഉണ്ടെങ്കിലും. പക്ഷേ നമ്മൾ ടോട്ടൽ വാർഡ് മെമ്പേഴ്സിനെ നോക്കുമ്പോൾ ബി ജെ പി ഒരു 1000 അംഗങ്ങളേ ഉള്ളൂ കൗൺസിലേറ്റൊക്കെ ആയിട്ട്. അത് പോരാ. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഈ അടുത്ത് വരാൻ പോകുന്ന വലിയൊരു ഇലക്ഷൻ ഉണ്ട്, ഈ തദ്ദേശ സ്വയംഭരണത്തിൻ്റെ ഇലക്ഷൻ. അതിൽ ബി ജെ പി വളരെ സജീവമായിട്ട് ഇപ്പോൾ തന്നെ ഓരോ വാർഡിലും കാൻഡിഡേറ്റ്സിനെ നിശ്ചയിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങൾ തുടങ്ങണം. ഈ കാൻഡിഡേറ്റ്സ് അവിടെ പോയി അവർ പ്രവർത്തനങ്ങൾ തുടങ്ങണം.
ഈ വോട്ടേഴ്സിൻ്റെ ഒരു 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 സ്നേഹവും വിശ്വാസവും വരുത്തണം. ഇതാണ് നമുക്ക് അടുത്ത ഇലക്ഷൻ 2026 ഇലക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഗതിയാണ്. അതിൻ്റെ ഒരു ഗ്രൗണ്ടാണിത്. പക്ഷേ അതിനുള്ള ഒരു ഇപ്പോൾ നമുക്കിപ്പോൾ 140 അത് കാൻഡിഡേറ്റ്സിന് വേണം അസംബ്ലിയിൽ അല്ലേ. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഇവർക്ക് ഇല്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കാൻഡിഡേറ്റ്സിന് നമ്മൾ ഇപ്പോൾ തന്നെ ഒരു വർഷം കൂടിയേ ഉള്ളൂ. ഇപ്പോഴും നമുക്ക് ഒരു ഇന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ആരാണെന്നെല്ലാം അറിയില്ല. ഇപ്പോൾ ഇവിടെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ്, എലക്ഷൻ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ നമ്മൾ കാൻഡിഡേറ്റ്സിനെ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാൻഡിഡേറ്റ് ഉണ്ടാവും. ഇപ്പോൾ നിലമ്പൂരത്തെ കേസ് എടുത്തോളൂ. BJPയുടെ കാൻഡിഡേറ്റ് നിൽക്കേണ്ടതായിരുന്നു. BJPയോട് ജയിക്കില്ലെന്നുള്ളതല്ല, പക്ഷേ നമ്മളൊരു വേറൊരു പാർട്ടിയിൽ നിന്ന് ആർക്കും പരിചയമില്ലാത്ത ആരും കാണാത്ത ഒരു കാൻഡിഡേറ്റിനെ കൂടെ നിർത്തിയിട്ട് അത് BJPക്ക് ഒരു ക്ഷീണം ചെയ്തില്ലേ? കാരണം BJP ഭാരതം ഭരിക്കുന്നൊരു പാർട്ടിയല്ലേ. ആ പാർട്ടി നിലമ്പൂർ പോയുള്ള ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞ 100 വോട്ട് കിട്ടിയാലും വിരോധമില്ല, പക്ഷേ അത് BJPയുടെ കാൻഡിഡേറ്റ് നിൽക്കേണ്ടതായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. അതായിരുന്നു അവിടുത്തെ ഒരു റിലീജിയസ് മതപരമായിട്ടുള്ള കൺസിഡറേഷൻ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞുപോയി. ഈ മതങ്ങളെ ബേസ് ചെയ്തിട്ട് ഇന്ന സ്ഥലത്ത് ക്രൈസ്തവരെ വെക്കണം, ഇന്ന സ്ഥലത്ത് ഹിന്ദുവിനെ വെക്കണം, ഇന്ന സ്ഥലത്ത് ഇസ്ലാമിസ്റ്റിനെ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കാലം കഴിഞ്ഞുപോയി. നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ വളരെ എഡ്യൂക്കേറ്റഡ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ അവരെടുത്ത് പോയി മതം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഡെവലപ്മെൻറ്റ്സ് വേണം. അതാണ് ഇപ്പോൾ രാജീവ് ചെയ്യുന്നത്. കറക്റ്റ് ട്രാക്കാണ്. അദ്ദേഹം പറയുന്നത് മുഴുവനും ഡെവലപ്മെൻറ്റ്സ് ആണ്, വികസനം. ആ വികസനം വേണമെങ്കിൽ ആദ്യം തന്നെ ഇലക്ഷൻ ചെയ്യിക്കണം, മനസ്സിലായില്ലേ? ഇലക്ഷൻ ജയിക്കണമെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ്സിന് ഇപ്പം 2026 നടക്കാൻ പോകുന്ന ഇലക്ഷന് BJPക്ക് ഇന്ന് തന്നെ അതിൻ്റെ കാൻഡിഡേറ്റ്സിനെ തീരുമാനിക്കണം. അപ്പോഴാണ് ജനങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാവുള്ളൂ. അവരുടെ സേവനം ചെയ്തുകൊണ്ട് പരിചിതമായ മുഖങ്ങൾ, അവരുടെ ഇത്രയും പവർഫുള്ളായിട്ടുള്ള കുറേ ലീഡേഴ്സ് നമുക്കുണ്ട്. ആ ഒരു ലെവലിലുള്ള ഗ്രൗണ്ട് വർക്കേഴ്സ് ഭയങ്കര സ്ട്രോങ് ആണ് ഇതിൽ. പക്ഷേ അവർക്കുള്ള ഒരു മോട്ടിവേഷനോ ഒരു സപ്പോർട്ടോ കിട്ടുന്നില്ല. ഇത് ഞാൻ അവരുടെ റിയാക്ഷൻസ് ഞാൻ പറയുന്നത്. എനിക്കത് റിയാക്ഷൻസ് അറിയാം. താങ്കളുടെ ഈ ഒരു കൺസേൺ താങ്കൾ ബന്ധപ്പെട്ട വേദികളിലൊക്കെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. കേൾക്കാൻ തയ്യാറല്ല, എന്ത് ചെയ്യും? സംസ്ഥാന നേതൃത്വത്തോട് ഇത്തരത്തിലുള്ള ഒരു കൺസേൺ, അതായത് കൃത്യമായ കാൻഡിഡേറ്റ്സിനെ കൃത്യമായി നിശ്ചയിച്ച് വേണം പോകാൻ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പുള്ള കമ്മിറ്റിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴത്തെ ആൾക്കാരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ആ ഒരു ലെവലിൽ ഇപ്പോൾ ഞാൻ പറയും, ഇപ്പം മതത്തിൻ്റെ പേരിൽ ഒരു കാൻഡിഡേറ്റ് നിർത്തുന്നതിൽ അർത്ഥമില്ല. കേരളത്തിലെ ജനങ്ങളെ പറ്റി മനസ്സിലാക്കണം. ജനങ്ങളുടെ പൾസ് ഉണ്ടല്ലോ. അവർ മതപരമായിട്ട് അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ മാത്രമല്ല, അല്ലാണ്ട് ഒരു ഇലക്ഷനോ ഒരു രാഷ്ട്രത്തിൻ്റെ കാര്യം വരുമ്പോൾ അവർക്ക് മതം ഒരു പ്രശ്നമല്ല. എൻ്റെ കാൻഡിഡേറ്റ് ആരാണെന്നുള്ളതാണ്. അവൻ ഇഴവനായാലും നായരായാലും മുസ്ലിമായാലും ക്രൈസ്തവരായാലും അവർക്ക് പ്രശ്നമില്ല. വെദർ ഹീ ക്യാൻ ഹെൽപ്പ് മീ ഓർ വെദർ ഹീ ക്യാൻ സേവ് മീ, അതല്ലാതെ അവർക്ക് നോട്ടമില്ല. അത് കേരളത്തിലെ ജനങ്ങളെ പഠിക്കാത്തതുകൊണ്ടാണ്. ഞാൻ 20 വർഷമായിട്ട് ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്ന ആളാണ്, എൻ്റെ സ്വന്തം പാർട്ടി വെച്ചിട്ട്. അപ്പോൾ ഞാൻ പഠിച്ചവനാണ്. ഓരോ സ്ഥലങ്ങളിൽ ഇന്ന ആൾക്കാരുണ്ട്. ആ പൾസ് അറിയാതെയാണ്, മനസ്സിലായില്ലേ? പൾസ് അറിയാതെയാണ് ഇപ്പോൾ പോകുന്നത്. യു ഷുഡ് നോ ദി പൾസ്.